നമുക്ക് കുറച്ച് പായൽ ഭക്ഷിച്ചാലോ? പായൽ തിന്നേ എന്ന് മുഖം ചുളിക്കേണ്ട, കണ്ണ് കേട്ട് ഞെട്ടേ വേണ്ട, അതൊക്കെ തിന്നാൻ കഴിയും, ഭക്ഷിക്കാൻ കഴിയുമെന്നാണ് അമൽനാഥ് പാടിച്ചാൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. കടൽ പായലിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്തത് 7ഓളം ഭക്ഷ്യവസ്തുക്കൾ. ഐസ്ക്രീം മുതൽ അച്ചാർ വരെയാണ് കടൽ പായൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചത്. കൊച്ചിയിലെ കടൽ പായൽ പ്രദർശനമേളയിലെ പ്രധാന ആകർഷണമായ ഈ ഭക്ഷ്യവസ്തുക്കൾ രുചിയിലും ഗുണത്തിലും മുൻപന്തിയിലാണ്. കടൽപ്പായൽ കൊണ്ടുണ്ടാക്കിയ രുചിയേറിയ ഐസ്ക്രീമുകൾ, അതല്ലെങ്കിൽ ഒന്നാന്തരം കടൽപ്പായൽ അച്ചാറുകൾ, ഇതിനു പുറമെ മറ്റ് നിരവധി ഭക്ഷ്യവസ്തുക്കൾ. നമ്മളിവിടെ ഇപ്പോൾ 7 പ്രോഡക്റ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. ഒന്ന് സീവീഡ് ക്രാക്കേഴ്സ്, പക്കാവട പോലെ ഇരിക്കും, സീവീഡ് 20% ചേർത്തിട്ടുള്ളതാണ് സീവീഡിൻ്റെ ക്രാക്കേഴ്സ്. പിന്നെ അതേപോലെ സീവീഡിൻ്റെ കെച്ചപ്പ്, പിന്നെ അതേപോലെ സീവീഡിൻ്റെ പൈനാപ്പിൾ ജാമുണ്ട്, പിന്നെ സീവീഡിൻ്റെ കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ സീവീഡ് വേഫേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ സീവീഡ് സോർബേ, പിന്നെ സീവീഡ് പായസം ഉണ്ട്. ഈ 7 ഐറ്റംസാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാസിലേറിയ എഡുലസ് എന്ന ഇനം കടൽപ്പായൽ ലക്ഷദ്വീപിൽ നിന്നും ഉണക്കിയെടുത്ത് പാക്കറ്റുകളാക്കി കൊച്ചിയിലെത്തിച്ചാണ് ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നത്. ലക്ഷദ്വീപിൽ ചെത്തിലത്ത് ഐലൻഡ്സ് എന്ന് പറയുന്നുണ്ട്, അവിടുത്തെ ലഗൂൺ വാട്ടേഴ്സിൽ അവിടെ ഫാം ചെയ്യുന്ന സീവീഡാണ്. ഗ്രാസിലേറിയ എഡുലസ് എന്ന് പറയുന്ന ഒരു ഇനം സീവീഡാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. കൊച്ചിയിലുള്ള നിഫാറ്റിൻ്റെ ഫൈൻ ആർട്സ് ഹാളിന് അടുത്തായിട്ടുള്ള ഫിഷറീസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിഫാറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ആൻഡ് ട്രെയിനിങ്. അവിടെ തന്നെയാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് പ്ലാന്റും എല്ലാം ഉണ്ട്. അവിടെ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. രുചിയിലും ഗുണമേന്മയിലും മുൻപന്തിയിലുള്ള ഇവ വിപണിയിൽ എത്തിക്കുവാനുള്ള നീക്കവും സജീവമാണ്. ഭക്ഷ്യവ്യവസായ മേഖലകളിൽ കടൽപ്പായലിന്റെ സ്വാധീനം വ്യക്തമാക്കുന്ന നിരവധി സ്റ്റാളുകളാണ് എക്സ്പോയിൽ ഒരുക്കിയത്. കൈരളി ന്യൂസ്, കൊച്ചി.